തനിക്ക് ഒന്നല്ല 5000 പ്രണയങ്ങളുണ്ട് എന്നാണ് ഇപ്പോൾ ഗണേഷ് കുമാർ പറയുന്നത്. മാത്രവുമല്ല ഒരു മനുഷ്യന്റെ രാഷ്ട്രീയമാണ് നോക്കേണ്ടത് എന്നും ഒരു ജനപ്രതിനിധി ജനങ്ങളോട് എങ്ങനെ പെരുമാറി, ജനങ്ങൾക്ക് എന്തെല്ലാം ഉപകാരം ചെയ്തു, നാടിനും കേരളം എന്ന സംസ്ഥാനത്തിനും എന്തു ഗുണം ചെയ്തു, ഇത് മാത്രം നോക്കിയാൽ മതി എന്നതാണ് ഗണേഷിന്റെ വിചിത്രമായ മറുപടിയെങ്കിൽ ഇതൊക്കെ എല്ലാവർക്കും ബാധകമാകില്ലേ ഗണേഷ് കുമാർ എന്നതാണ് തിരിച്ച് ചോദ്യമായി ചോദിക്കേണ്ടത്. ഇത് ഇങ്ങനെയെങ്കിൽ എല്ലാ മുന്നണികളിലെയും നേതാക്കളെയും ഇതേ സ്വഭാവത്തോടു കൂടി തന്നെയല്ലേ കാണേണ്ടത്. കിരൺ ബാബു ഉണ്ട് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന്. കിരൺ, ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള സമാന സ്വഭാവമുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. അതിനെയെല്ലാം നമുക്ക് വേണമെങ്കിൽ പ്രണയത്തെ ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു പോകാം. എല്ലാവർക്കും എല്ലാവരോടും പ്രണയമൊക്കെ തോന്നാമല്ലോ. ഇപ്പോൾ ഗണേഷിന് 5000, മറ്റൊരാൾക്ക് 3000, 2000 അങ്ങനെയൊന്നും കണക്കുകളില്ല. അപ്പോൾ ഈ പരാതിയൊക്കെ ഉയർന്നു വരുമ്പോൾ അത് പ്രണയമായിരുന്നു എന്ന മറുപടിയിലൂടെ പിന്നെ ഈ പരാതി ഉന്നയിക്കുന്നവർ ക്ഷമിക്കാൻ തയ്യാറായാൽ ആ വിവാദം അടഞ്ഞ അധ്യായമായി മാറുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു നരേഷൻ അത് എത്രത്തോളം നിലനിൽക്കും കിരൺ? അഭിലാഷ്, പ്രണയം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയമാണ്. അത് ആ വ്യക്തിക്ക് ഇരുവർക്കും പരാതി ഇല്ലെങ്കിൽ അതിനകത്ത് മറ്റുള്ളവർക്ക് ഇടപെടേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാം. പക്ഷേ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ, അത് സാധാരണ വ്യക്തികളുടെ കാര്യത്തിൽ, ഇവരൊക്കെ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന വ്യക്തികളാണ്. പൊതുമണ്ഡലത്തിൽ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും പരാതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ പലപ്പോഴും ഇത് വിവാദങ്ങൾ ആവാറുണ്ട്. അതിന്റെ ധാർമ്മികത തീർച്ചയായും. പക്ഷേ കിരൺ, ആ പരാതിയിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ആ പ്രണയത്തിൽ ഈ 5000 പേരോടുള്ള പ്രണയവും ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ പുറത്തു പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നൊരു ഭാര്യ പുറത്തു പറയുമ്പോഴാണല്ലോ അത് വിഷയമായി മാറുന്നത്. അത് തന്നെയാണ് അഭിലാഷ് ഞാൻ പറയാൻ വന്നത്. യഥാർത്ഥത്തിൽ ആ രണ്ടു പേർക്ക് പരാതി ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവിടെ അത്തരം കാര്യങ്ങളൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞതല്ല ശരിയാണ്. പ്രണയമാണ്, അദ്ദേഹത്തിന് 5000 പേരോട് പ്രണയമുണ്ട്. 5000 പേരെ പ്രണയിക്കുന്നതിനോ അതിൽ കൂടുതൽ ആളുകളെ പ്രണയിക്കുന്നതിനോ ഒന്നും ആളുകൾക്ക് യാതൊരു തെറ്റുമില്ല. ആർക്കും പരാതിയില്ല, എല്ലാവർക്കും സന്തോഷമാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ ഇവിടെ പരാതിയുമായി പുറത്തു വന്നത് ഏതെങ്കിലും ആളുകൾ ഗോസിപ്പ് പറഞ്ഞതല്ല. പരാതിയുമായി ആദ്യം പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ പറയുന്നു, അരുതാത്ത ചില കാര്യങ്ങൾ തൻ്റെ ബെഡ്റൂമിൽ വെച്ച് ഗണേഷ് കുമാറിനെ കണ്ടു എന്ന് പറയുന്നു. അതിൻ്റെ ചിത്രങ്ങൾ താൻ എടുത്തു എന്ന് പറയുന്നു. ഈ സമയത്ത് ചിത്രങ്ങൾ എടുത്ത് തൻ്റെ മൊബൈൽ തട്ടിപ്പറിക്കാനും തന്നെ മുറിയിൽ നിന്ന് പുറത്താക്കാനും ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫ് ശ്രമിച്ചു എന്ന് പറയുന്നു. ഇതിൽ ഞാൻ 112 വിളിച്ചു പരാതി പറഞ്ഞു എന്ന് പറയുന്നു. അവിടെ പോലീസ് എത്തി എന്ന് പറയുന്നു. ഇത്രയും കാര്യങ്ങൾ അവർ പരസ്യമായി പറഞ്ഞതാണ്. അതിനി ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. പക്ഷേ ഗണേഷ് കുമാർ വീണ്ടും ഇന്ന് മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പായി ഭാര്യയുമായി ക്ഷമ പറഞ്ഞ് അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞ് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെതായ സവിശേഷമായ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അത് പരാതി പരിഹരിച്ചിരിക്കുന്നു. ഭാര്യ ഇപ്പോഴും പറയുന്നത് ഏറ്റവും അവസാനത്തെ വാചകത്തിലും താൻ പറഞ്ഞതൊന്നും മാറ്റി പറയുന്നില്ല. മുമ്പും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ താൻ അത്രത്തോളം ഗണേഷ് കുമാറിനെ സ്നേഹിക്കുന്നു. ഇതിൻ്റെ പേരിൽ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനോ ഗണേഷ് കുമാറിൽ നിന്ന് പിരിഞ്ഞു പോകാനോ ഒന്നും താൻ ആഗ്രഹിക്കുന്നില്ല. അത് രണ്ടുപേർ തമ്മിലുള്ള വൈകാരിക അടുപ്പത്തിൻ്റെ ഒക്കെ വിഷയമാണ്. അത് അവർക്ക് പരാതിയില്ല എന്ന് ഒരു ഭാര്യ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പരാതിയില്ല. അതിൽ മൂന്നാമത് നിൽക്കുന്ന നമുക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ പിന്നീട് ചോദ്യങ്ങളൊന്നുമില്ല. അവിടെ കൊണ്ട് ആ അധ്യായം അവസാനിക്കുന്നതാണ്. പക്ഷേ ഇത് അവസാനിക്കാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇടതുമുന്നണി അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി മുന്നണികളെല്ലാം തന്നെ എതിർപക്ഷത്ത് സമാനമായ രീതിയിൽ ആക്രമണങ്ങൾ വരുമ്പോൾ അവിടെയൊന്നും ഈ ഇളവ് ആർക്കും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല ഇത് പൊതുസമൂഹത്തിലെ ഒരു വലിയ വിഷയമായി തന്നെ എടുത്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ട ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾക്കെതിരെയൊക്കെ വലിയ സമരങ്ങളിലേക്കും വലിയ പ്രക്ഷോഭങ്ങളിലേക്കും വലിയ കഥകളിലേക്കും അത് വളരെ മോശപ്പെട്ട തരത്തിലേക്കൊക്കെ അടക്കം പോയ ഒരു ചരിത്രമാണ് കേരള രാഷ്ട്രീയത്തിലുള്ളത്. അത് കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രം തുടങ്ങിയാൽ എത്രയോ ഒരു അരനൂറ്റാണ്ട് മുമ്പ് മുതൽ തുടങ്ങിയതാണ്. കാറിൽ വെച്ച് മറ്റൊരു സ്ത്രീയെ കണ്ടുവന്നൊരു കേരള കോൺഗ്രസിൻ്റെ പിറവിയിലേക്ക് നയിച്ച സംഭവങ്ങളടക്കം അവിടെ മുതൽ ഈ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പൊതുധാരയിൽ ചർച്ചയാവുകയും അത് പിന്നീട് പലതും തെറ്റാണ് തെളിയുകയും പിന്നീട് പലതും ശരിയും തെറ്റുമൊക്കെ കാര്യമായ തെളിവുകളൊന്നും ഉണ്ടായിട്ടില്ല പലപ്പോഴും. പക്ഷേ ഇതിനൊക്കെ അത്തരം ചർച്ചകൾ സജീവമായിരുന്നു. ഇവിടെയും അത് തന്നെയാണ്. മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു MLA-ക്കെതിരെ, ഒരു യുവ MLA-ക്കെതിരെ സമാനമായ രീതിയിലുള്ള പരാതികൾ നിൽക്കുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ആദ്യം അന്വേഷിക്കുമ്പോഴും ഏതെങ്കിലും ഒരു റിട്ടേൺ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ല അത് അന്വേഷിക്കുന്നത്. അന്ന് ധാർമ്മികത തന്നെയാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ പൊതുസമൂഹം യോജിച്ചു നിന്നു. ഒരു യുവ MLA അവർ രണ്ടുപേർ തമ്മിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലും സമാനമായ വിവരങ്ങൾ പറയാം. ഈ പരാതിക്കാരി ആദ്യം പരാതിയുമായി പുറത്തു വന്നില്ലെങ്കിൽ അയാൾക്കും എൻ്റെ പ്രണയമാണ്, പ്രണയത്തിനിടയിലുണ്ടായ കലഹമാണ് എന്നതൊക്കെ പറയാം. പക്ഷേ പൊതുസമൂഹം എടുത്ത നിലപാട് നിങ്ങൾ ഒരു MLA ആണ്, ജനപ്രതിനിധിയാണ്, നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ സമൂഹത്തിൽ മറ്റു പലരുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളിലുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന് പുറത്താവും സ്ത്രീകളടക്കം നിങ്ങളുമായി ബന്ധപ്പെടുന്നതും നിങ്ങളുമായി അടുക്കുന്നതും ഒക്കെ. ആ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യുന്നത് ശരിയല്ല. അത്ര ഒരു നിലപാടാണ് പൊതുസമൂഹം എടുത്തത്. കോൺഗ്രസും ആ നിലപാടെടുത്ത അവസാനം കോൺഗ്രസ് എന്തുകൊണ്ടായാലും കോൺഗ്രസ് പുറത്താക്കേണ്ട ആദ്യം വന്നു. ഇതിനെ അത് ഏറ്റവും നന്നായ രീതിയിൽ ഉപയോഗിച്ച് തന്നെയാണ് ഇടതുമുന്നണി. അത് ഇടതുമുന്നണിക്ക് അതിൻ്റെ ഒരു ഗുണം പലപ്പോഴും ഉണ്ടായിരുന്നു. കോൺഗ്രസിലെ യുവ നേതാക്കൾക്കടക്കം ഇത്തരത്തിലാണ്. യുവ നേതാക്കളുടെ ഒരു നേതാവ് കെണിയിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും
ആ നേതാവിനൊപ്പം ഉണ്ടായിരുന്ന സൗഹൃദത്തിലുണ്ടായിരുന്ന മഹാഭൂരിപക്ഷം വരുന്ന നേതാക്കളും ഒക്കെ ഈ സംശയത്തിൻ്റെ നിഴലിലേക്ക് വരുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഇടതുമുന്നണിക്ക് നൽകിയ ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. ഇടതുമുന്നണി അങ്ങനെയല്ല എന്നൊരു എഡ്ജ് ഉണ്ടായിരുന്നു. ഇടതുമുന്നണിക്കെതിരെ പറയാൻ പി കെ ശശിയുടെയും അടക്കമുള്ള അല്ലെങ്കിൽ പി ശശിയുടെ അടക്കമുള്ള മുൻകാല ചെയ്തികൾക്കപ്പുറത്തേക്ക് അല്ലെങ്കിൽ മുകേഷിനെതിരെ വന്ന കേസടക്കമുള്ള അതിനപ്പുറത്തേക്ക് നിലവിൽ ഏതെങ്കിലും ലൈവായി നിൽക്കുന്നൊരു കേസ് വന്നിരുന്നില്ല. അപ്പോഴാണ് ഈ ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ KB ഗണേഷ് കുമാറിനെതിരെ മന്ത്രിയാണെന്ന് അലക്കണം. അത് ഗണേഷ് കുമാറിനെതിരെ ആദ്യമായിട്ടല്ല. ഗണേഷ് കുമാർ സമാനമായ ആരോപണം, മുൻ ഭാര്യ സമാനമായ ആരോപണം ഉന്നയിച്ച് ഈ ഭാര്യ ഇപ്പോൾ അത് പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറയുന്നു, ഞാൻ ആരോപണമായി ഇനി ഈ പരാതിയുമായി മുന്നോട്ട് പോകുന്നില്ല, പക്ഷേ പറഞ്ഞതൊക്കെ ശരിയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പക്ഷേ അത് ക്ഷമിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന് മുൻ ഭാര്യ അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായില്ല. ക്ഷമിക്കാൻ തയ്യാറായപ്പോൾ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ആളാണ്. ഇന്നിപ്പോൾ ഈ മന്ത്രിസഭാ യോഗത്തിന് തൊട്ട് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കാൻ ആദ്യം ഭാര്യയുടെ സഹോദരിയെ വിളിച്ചു എന്ന് പറയുന്നു. പിന്നീട് ഭാര്യയെ വിളിച്ച് ക്ഷമ പറഞ്ഞ് വീണ്ടും സൗഹൃദത്തിലേക്ക് കൊണ്ടുവരാൻ, അവരെ പരാതി ഒഴിവാക്കാനെങ്കിലും ഗണേഷ് കുമാറിന് കഴിഞ്ഞിരിക്കുന്നു. അത് എന്തോ അവരുടെ വൈകാര്യമായ അടുപ്പം കൊണ്ടാലും മറ്റ് എന്ത് താല്പര്യം കൊണ്ടാലും അതിന് ഗണേഷ് കുമാറിന് കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായും ഈ രണ്ടാമത്തെ മന്ത്രിസഭയിൽ നിന്നും മറ്റൊരു മുന്നണിയുടെ മന്ത്രിസഭയിൽ നിന്നും ഗണേഷ് കുമാറിനെ പുറത്തു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നു. കാരണം ആദ്യ ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ കാലത്ത് ഗണേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പരസ്യമായി നിലപാട് സ്വീകരിക്കുകയും അതൊക്കെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം അന്നത്തെ VS അച്യുതാനന്ദൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ ഒക്കെ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ ലൈവായി തന്നെ നിൽക്കുകയാണ്. ആളുകളുടെ മുന്നിലേക്ക് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണിക്കുണ്ടാകുന്ന നഷ്ടം, ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ UDF-നെതിരെ നടത്താനുള്ള ആഞ്ഞടിക്കാനുള്ള ഒരു അവസരം നഷ്ടമാകുന്നു. രണ്ട്, സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഉറച്ച നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് ഇടതുമുന്നണി എന്ന് പറയുന്നു. ഭാവനയെ പോലെ ഒരു നടിയെ കൊണ്ടുവന്ന് വലിയ പരസ്യമൊക്കെ കേരളത്തിൻ്റെ സർക്കാർ തന്നെ നടത്തുന്നു. അങ്ങനെ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാരിന് ഒരു എഡ്ജ് ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഒരു എഡ്ജ് സർക്കാരിനുണ്ട്. അക്കാര്യത്തിൽ സ്ത്രീകൾക്ക് കുറെ കൂടി ഇടതുമുന്നണി സർക്കാരിനെ, മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശ്വാസമാണ് എന്നുള്ളത് അത് പരമാവധി ഇലക്ഷനിൽ ഒരു പ്രചരണ ആയുധമായി CPM-ഉം ഇടതുമുന്നണി ഉപയോഗിക്കുന്നു. ആ ഘട്ടത്തിൽ സ്വന്തം മന്ത്രിസഭയിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഈ തരത്തിൽ ആരോപണം വന്നാണ്. ഇത് ഭാര്യ പരാതി പറഞ്ഞോ പരാതി പിൻവലിച്ചോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയം. പക്ഷേ അങ്ങനെ ഒരാളെ കൂടെ നിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതെന്ന് വരുമ്പോൾ സ്വാഭാവികമായും ധാർമ്മികമായ മറ്റ് ചോദ്യങ്ങളൊക്കെ ഉയരും. ഇടതുമുന്നണി ഈ വിഷയം മുൻനിർത്താനുള്ള അവസരം നഷ്ടപ്പെടും. ഇത് രണ്ടും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം തന്നെയാണ്. കോൺഗ്രസിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ഇടതുമുന്നണിക്ക് നേട്ടമാക്കാൻ കഴിയുന്ന സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ഇടതുമുന്നണി സ്വീകരിക്കുന്ന, മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന നിലപാടുകൾ, ആ രണ്ട് നിലപാടുകളെയും പിന്നാക്കം വലിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായിരിക്കും. ഇപ്പോൾ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതെ അല്ലെങ്കിൽ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാതെ ഗണേഷ് കുമാർ ഇത് പരിഹരിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പക്ഷേ അത് പൂർണ്ണമായും നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഗണേഷ് കുമാറിനെ പുറത്താക്കുന്ന ഒരു നിലപാടിൽ ഇത് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഗണേഷ് കുമാറിനെ പുറത്താക്കുന്ന ഒരു നിലപാടാണ് വരുന്നതെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഒരു പരിധി വരെ ഇടതുമുന്നണിയെ സംബന്ധിച്ച് കുറെ കൂടി സേഫ് ആണെന്ന് പറയാം. ഞങ്ങളുടെ ഒരു മന്ത്രിക്കെതിരെ ആരോപണം വന്ന ആളെ ഞങ്ങൾ പുറത്താക്കിയത് പത്തനാപുരത്ത് ചിലപ്പോൾ ആ സീറ്റിൽ ചിലപ്പോൾ ലാഭനഷ്ടങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് അത് ബാധിക്കാതെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ച് അവർക്ക് തലയുയർത്തി പിടിച്ചു നിൽക്കാൻ, ഞങ്ങൾ മന്ത്രിയായാൽ പോലും സംരക്ഷിക്കില്ല, ഘടകകക്ഷിയായാൽ പോലും സംരക്ഷിക്കില്ല എന്നുള്ളൊരു നിലപാട് പറയാൻ കഴിയുമായിരുന്നു. ഇതിപ്പോൾ ഒരു കാരണവശാലും ഇനി മന്ത്രിയെ പുറത്താക്കാൻ കഴിയില്ല. ഇതേ KB ഗണേഷ് കുമാറിന് വേണ്ടി ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പത്തനാപുരത്ത് പോയി വോട്ട് അഭ്യർത്ഥിക്കേണ്ടി വരും. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഈ ഗണേഷ് കുമാറിൻ്റെ വിഷയം UDF ഉന്നയിക്കുമെന്നും BJP ഉന്നയിക്കും എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അവിടെയൊക്കെ ഇതിന് മറുപടി പറയേണ്ടി വരും. ഇടതുമുന്നണിയുടെ പ്ലസ് പോയിന്റുകൾ എടുത്തുകാട്ടിയും UDF-ന്റെ മൈനസുകൾ ഉയർത്തിക്കാട്ടിയും അറ്റാക്ക് ചെയ്യേണ്ട സമയത്ത് പ്രതിരോധത്തിലേക്ക് കൂടി ഇടതുമുന്നണിക്ക് പിൻവാങ്ങേണ്ട ഒരു അവസ്ഥ കൂടിയാണ്. തൽക്കാലം പ്രശ്നം പരിഹരിച്ചു എന്ന് മാത്രമല്ല കാണേണ്ടത്, പ്രശ്നം പരിഹരിക്കുന്നതിനപ്പുറത്തേക്ക് ഇനി വരാൻ പോകുന്ന പ്രശ്നങ്ങളെ മറ്റു തരത്തിലേക്ക് കൂടി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുകൊണ്ട് ഈ ഗണേഷ് കുമാറിൻ്റെ വിഷയം അവസാനിച്ച് ഇനി കേരളീയ സമൂഹം, അവർ ഭാര്യയും ഭർത്താവും തമ്മിൽ തർക്കമുണ്ടായി, ആ തർക്കം അവരവിടെ കൊണ്ട് പരിഹരിച്ചു എന്ന് കരുതി കേരളീയ സമൂഹം ഇത് ഈ വിഷയം ചർച്ച ചെയ്യാതിരിക്കുന്നില്ല. ഭാര്യ പറഞ്ഞ വാക്കുകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. താൻ അരുതാത്തത് കണ്ടു, ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ ശ്രമിച്ചു. ഗണേഷ് കുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് തന്നെ പിടിച്ചു തള്ളി, പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസ് അവിടെ വന്നതാണ്. പോലീസ് ഇതൊന്നും പൊതുസമൂഹത്തിന് മുന്നിൽ ഇനി നിഷേധിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇനി ഗണേഷ് കുമാർ വന്ന് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞു, എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് തെറ്റുപറ്റി മാപ്പ് പറഞ്ഞാൽ പോലും എത്രത്തോളം പൊതുസമൂഹം, ചിലപ്പോൾ പത്തനാപുരത്തെ ആളുകൾക്ക് ഗണേശുമായി അടുപ്പമുള്ള ആളുകൾ ചിലപ്പോൾ ക്ഷമിച്ചേക്കും. പക്ഷേ പൊതുസമൂഹം അതിനെ എങ്ങനെ എടുക്കും? ഒരു മന്ത്രി തന്നെയാണ് പറയുന്നത് എനിക്ക് 5000 പ്രണയമുണ്ട് എന്നൊക്കെ പറയുന്നു. അത് ഒരാൾ ആലങ്കാരികമായി പറഞ്ഞതായിരിക്കും. പക്ഷേ ഒരാൾ അങ്ങനെയൊക്കെ വന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് കേരളീയ സമൂഹം കാണുന്നത്? ഇതിനെ പ്രണയമായിട്ട് തന്നെയാണോ കാണുന്നത്, അതോ മറ്റു പല രീതിയിലാണോ കാണുന്നത് എന്നുള്ള ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് വരെ ഈ KB ഗണേഷ് കുമാറിൻ്റെ വിഷയം ഇടതുമുന്നണിക്ക് തലവേദനയായി തന്നെ നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. യെസ്, അതാണ് ഒരുപക്ഷെ പത്തനാപുരത്ത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, ഒരു ഗണേഷ് കുമാറിന്റെ പ്രവർത്തനങ്ങൾ. ഗണേഷ് കുമാർ തന്നെ പറഞ്ഞത് ഒരു MLA എന്ന നിലയിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു, ഒരു മന്ത്രി എന്ന നിലയിൽ എന്ത് ചെയ്തു. ഒരുപക്ഷെ പത്തനാപുരത്തെ വോട്ടർമാർ ആ നിലയിൽ തന്നെ ചിന്തിക്കാം. അതല്ല എങ്കിൽ കൃത്യമായ ഒരു മേൽക്കൈയുള്ള മണ്ഡലത്തിൽ എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വന്നാലും ഒരു ജനപ്രതിനിധിയായി വിജയിച്ചു കയറാൻ വീണ്ടും സാധിക്കാം. പക്ഷേ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 മണ്ഡലങ്ങളിലും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഉരുത്തിരിയുകയാണ്.
അവിടെയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു അപ്രമാദിത്വം അങ്ങനെയൊരു വിഷയത്തിൽ ഇടതുമുന്നണിക്കുണ്ടായിരുന്നുവെങ്കിൽ അത് നഷ്ടമാകുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെടുന്നത്.